മലയാളികൾക്ക് ഓണമുണ്ണാൻ ഒരു ഗ്രാമം മുഴുവൻ കർഷകരായി മാറിയ ചരിത്രമാണ് നെയ്യാറ്റിൻകരയിലെ കീഴ്ക്കൊല്ലയുടേത്. ഓണത്തിനായി ഇക്കുറിയും വിളവിറക്കിയെങ്കിലും കാലാവസ്ഥ വില്ലനായി. സർക്കാർ സഹായം കൂടി നിലച്ചതോടെ കേരളത്തിന്റെ കാർഷിക ഭൂപടത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാവുകയാണ് ഈ കാർഷിക ഗ്രാമം. നമുക്ക് അവിടേക്കൊന്ന് പോയിട്ട് വരാം. എന്തിന് കർഷകനായി എന്ന് ചോദിച്ചാൽ വിജയസിംഗിനെ പോലെ ഒരു ഗ്രാമത്തിന് മുഴുവൻ പറയാൻ ഒറ്റ മറുപടിയാണ്: ഓണക്കാലത്ത് ആരും പട്ടിണിയാവരുത്. കീഴ്ക്കൊല്ലക്കാർക്ക് ഉപജീവന മാർഗം മാത്രമല്ല കൃഷി, ചുറ്റുമുള്ളവരോടുള്ള കരുതൽ കൂടിയാണ്. ഉള്ള കാലം ഓണം ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ കൊണ്ട് കഴിയുന്നത്രോളം കഷ്ടപ്പെട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ അതിൽ നിന്ന് തന്നെ നമ്മുടെ ഉപജീവനം കഴിയുന്നത്. പടവലവും പാവലും കോവലും വെള്ളരിയും മുതൽ ഓണസദ്യക്ക് വേണ്ടതെല്ലാം ഒരു കാലത്ത് ഈ വയലുകളിൽ നിറഞ്ഞിരുന്നു. ഗതിതെറ്റിയ കാലാവസ്ഥ ഇക്കുറി പക്ഷെ ചതിച്ചു. 50 വർഷത്തിലധികമായി ഓണക്കൃഷി ഇറക്കുന്ന ഗ്രാമീണർക്ക് ഇക്കുറി പറയാനുള്ളത് നഷ്ടത്തിന്റെ കണക്കാണ്. ഈ ഓണക്കാലത്തേക്ക് വേണ്ടി നമ്മൾ ഒരു സർക്കാരിനൊരു സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇത്തവണ വന്നില്ല കർഷകർക്ക്. അതിൻ്റെ വരാത്തതിൻ്റെ അതിൽ കൃഷിയിൽ ചിലരൊക്കെ മാറി നിൽക്കുന്നുണ്ട്. അതൊന്ന് സർക്കാർ ജനപ്രതിനിധികളിൽ എത്തിയാൽ വളരെ ഉപകാരം. തിരുവനന്തപുരം ജില്ലയിൽ ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ പച്ചക്കറി എത്തിച്ചിരുന്ന ഏലാകളിൽ ഇപ്പോഴാ പഴമയുടെ പ്രൗഢിയില്ല. പുതുതലമുറ വഴിമാറി നടക്കുന്നതിൽ ആശങ്കയും ഏറെയാണ്. നമ്മളിവിടെ ഇഷ്ടംപോലെ കൃഷിയുള്ളതാണ്. പക്ഷേ ഇതിന് പുതിയ ഒരു തലമുറ ഇതിലേക്ക് വരാൻ വേണ്ടിയുള്ള ഒരു സഹായം സർക്കാരിൻ്റെ സപ്പോർട്ടിൽ വന്നിരുന്നാൽ വരും. അല്ലാതെ ഇപ്പോൾ എല്ലാവർക്കും വേറെ തൊഴിലിലേക്കാണ് ആളുകൾ തിരിഞ്ഞു പോണത്. നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, കൃഷി തന്നെയാണ്. ചെങ്കൽ പഞ്ചായത്തിലാണ് കീഴ്ക്കൊല്ല ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. 200-ലധികം കർഷകർ 1000-ഓളം ഏക്കറിലാണ് ഇക്കുറി കൃഷി ഇറക്കിയതും. പ്രതീക്ഷകൾ ചതിച്ചെങ്കിലും അടുത്ത ഓണക്കാലത്തിനായി കാത്തിരിക്കുകയാണ് ഈ കാർഷിക ഗ്രാമം. ബിഗ് TV തിരുവനന്തപുരം. കാർഷിക ഗ്രാമങ്ങൾ നിലനിൽക്കണം. കൃഷി എന്ന് പറയുന്നത് നമ്മുടെ നാടിന്റെ നട്ടെല്ലാണെന്ന് നമ്മൾ തിരിച്ചറിയണം. Big TV, without fear or favor.